ഹായ് ഫ്രണ്ട്സ്, ഹോം സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ എൻ്റെ ഈ കൊച്ചു ചാനലൊന്ന് സബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. അതുപോലെ ഈ കൊച്ചു ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇന്ന് നമുക്ക് നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി കണ്ടാലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് റോബസ്റ്റ പഴം. ഞാനിവിടെ 2 റോബസ്റ്റ പഴുത്തത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തോലൊക്കെ മാറ്റിയതിന് ശേഷം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല രുചികരമായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും. ഒരുപാട് സമയമൊന്നും ഇതിന് വേണ്ട, ഈസി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ പഴം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ. പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ ഈ കൊച്ചു ചാനൽ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പിക്കായി ഈ കൊച്ചു ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് പഴം അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 ഏലക്കായും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്, നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കുക. പഴം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. അത് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിനാവശ്യത്തിനുള്ള മൈദാപ്പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ കുറേശ്ശെ പൊടി ഇട്ട് വേണം നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാനായിട്ട്. അപ്പോൾ കുറേശ്ശെ പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു വിസ്ക് കൊണ്ട് ഒട്ടും തന്നെ കട്ടയില്ലാതെ നമുക്ക് ഈ മാവും ഈ പഴത്തിൻ്റെ മിക്സും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാനായിട്ടുണ്ട്. അപ്പോൾ മാവ് കുറേശ്ശെ നമുക്ക് ചേർത്ത് കൊടുത്ത്, മാവ് ഒരുപാട് ലൂസായിട്ടൊന്നും പോകാൻ പാടില്ല, അതിനനുസരിച്ച് മാവ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ആദ്യം ഇതുപോലെ ഒന്ന് കട്ടയില്ലാതെ നല്ലപോലെ ഒന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരല്പം ഉപ്പ്, നമുക്ക് ഒരു പിഞ്ച് ഉപ്പെന്ന് പറയത്തില്ല, ഈ മധുരം എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി എല്ലാം കൂടെ ഒന്ന് നമുക്ക് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഞാൻ മാവ് നോക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് കട്ടിയായി പോകാനും പാടില്ല, ഒരുപാട് ലൂസായി പോകാനും പാടില്ല. അതിനനുസരിച്ച് നമുക്ക് മാവ് നല്ലപോലെ ഒന്ന് കലക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ 1 കപ്പ് മാവ് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. മാവ് ഫുള്ള് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് മാവ് കിട്ടേണ്ടത്. നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്ത ഉടനെ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. റെസ്റ്റ് ചെയ്യാനായിട്ടൊന്നും വെക്കേണ്ടതായിട്ടില്ല. ഇനി ഞാനിതിലേക്ക് കുറച്ച് കപ്പലണ്ടി, നമ്മൾ നല്ല റോസ്റ്റഡ് കപ്പലണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഇതൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇനി തേങ്ങ മൂപ്പിച്ചിടണം എന്നുള്ളവർക്ക് അത് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് കപ്പലണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയം നമ്മുടെ എണ്ണയും ചൂടാക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ കയ്യിൽ നിന്ന് വീഴത്തക്ക രീതിയിൽ വേണം മാവ് ഇരിക്കാനായിട്ട്. അപ്പോൾ കൈ ഒന്ന് ചെറുതായിട്ട് വെള്ളത്തിൽ നനച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ഇതുപോലെ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാനായിട്ട്. ഒരുപാട് തീ കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകും. അപ്പോൾ അതുപോലെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഒരു നുള്ളു മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, എണ്ണ നല്ലോണം ചൂടായെന്ന് അറിയാൻ വേണ്ടി കൊണ്ടിട്ട്. ഇതുപോലെ നമുക്ക് കുറേശ്ശെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ഉരുണ്ട ഷേപ്പിൽ തന്നെ ഉരുണ്ട് വന്നോളും. റെസ്റ്റ് ചെയ്യാനായിട്ടൊന്നും വെക്കണ്ട, എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുക. എന്നാൽ രുചിയാണെങ്കിൽ നല്ല അടിപൊളി രുചിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മളിപ്പോൾ മക്കൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ ഏകദേശം ഒരു ചായ ഇടുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരുപാട് സമയം ഒന്നും വേണ്ട. ഇപ്പോൾ ഒരു വശം നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം മറുവശവും കൂടെ. അപ്പോൾ 2 വശവും നല്ലപോലെ മൊരിഞ്ഞതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഇപ്പോൾ നമ്മുടെ ഈവനിങ് സ്നാക്സ് നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റിയിട്ട് ബാക്കിയുള്ളതും കൂടെ നമുക്കതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരുപാട് എണ്ണയൊന്നും ഇത് വലിച്ച് കുടിക്കത്തില്ല കേട്ടോ. എണ്ണ ഒത്തിരി ഇതാവും എന്നുള്ള പേടിയൊന്നും വേണ്ട. അപ്പോൾ ഈ രീതിയിലാണ് ചെയ്തെടുക്കണമെങ്കിൽ എണ്ണ ഒന്നും ഒരുപാട് കുടിച്ചെടുക്കത്തില്ല. അപ്പോൾ ഇനി ബാക്കിയുള്ള മാവും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന ഞാൻ കരുതുന്നു. ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ.
അപ്പോൾ എന്നും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി മക്കൾക്ക് കൊടുക്കാതെ നമുക്കിഷ്ടമുള്ള രീതിയിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾക്ക് ചെയ്ത് കൊടുക്കാൻ അവർക്ക് ഇഷ്ടമാവും. അവർ കഴിക്കുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷമാവും. അപ്പോൾ ഇതാ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ഇട്ട് കോരി എടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള എന്നാൽ ഈസി ആയിട്ടുള്ള നമ്മുടെ ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.